ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൽഫൂസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. ആരാധനയിലെ ആനന്ദാനുഭൂതികൾ. നമസ്കാരം എന്നാൽ എന്താണ്? അതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. എന്നാൽ രാജാക്കന്മാർക്ക് നൽകുന്ന ടാക്സായിട്ടാണ് ജനങ്ങൾ അതിനെ കാണുന്നത്. ഇത്തരം സംഗതികൾ അള്ളാഹുവിനെന്തിനാണെന്ന് പോലും അജ്ഞരായ ഇവർ അറിയുന്നില്ല. മനുഷ്യൻ്റെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും നാമജപങ്ങളും ആവശ്യമില്ലാത്ത നിരാശ്രയനായ സത്തയാണ് അവൻ്റേത്. അതേസമയം ഈ മാർഗങ്ങളിലൂടെ തൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്താമെന്നതിനാൽ അത് മനുഷ്യന് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഇക്കാലത്ത് ആരാധനയിലും ഭയഭക്തിയിലും മതചര്യകളിലും സ്നേഹം ഇല്ലാതായിരിക്കുന്നു. ഇതിന് കാരണം വിഷമയമായ ദുരാചാരങ്ങളാണ്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ദൈവസ്നേഹം മരവിച്ചുകൊണ്ടിരിക്കുന്നതും ആരാധനയിൽ ഉണ്ടാകേണ്ടിയിരുന്ന അനുഭൂതി ഇല്ലാതായിരിക്കുന്നതും. അള്ളാഹു സവിശേഷമായ നിലയിൽ ആനന്ദവും അനുഭൂതിയും വെച്ചിട്ടില്ലാത്ത ഒരു വസ്തുവും ലോകത്തില്ല. ഭക്ഷണം എത്ര തന്നെ രുചിയുള്ളതാണെങ്കിലും ഒരു രോഗിക്ക് അത് ആസ്വദിക്കാനാവുകയില്ല. അവനത് ചവർപ്പുള്ളതും മധുരമില്ലാത്തതുമായിരിക്കും. ഇതേപോലെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ആനന്ദാനുഭൂതികൾ സ്വായത്തമാക്കാത്തവൻ തൻ്റെ രോഗത്തെക്കുറിച്ച് ആശങ്കപ്പെടട്ടെ. എന്തെന്നാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അള്ളാഹു എന്തെങ്കിലുമൊക്കെ അനുഭൂതി വച്ചിട്ടില്ലാത്ത ഒരു വസ്തുവും ലോകത്തില്ല. ആരാധനയ്ക്ക് വേണ്ടിയാണല്ലോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ നിലക്ക് ആരാധനയിൽ ആനന്ദാനുഭൂതികൾ ഇല്ലാതിരിക്കുന്നതെന്തിന്? ആനന്ദാനുഭൂതികളുണ്ട്, പക്ഷേ അത് ആസ്വദിക്കുന്നവരും ഉണ്ടാവണം. അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യൻ ആരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നിരിക്കെ ആരാധനയിൽ ആനന്ദാനുഭൂതികൾ അതിൻ്റെ പരമമായ അവസ്ഥയിൽ സന്നിവേശിപ്പിച്ചിരിക്കേണ്ടതും അനിവാര്യമാണ്. നിത്യാനുഭവങ്ങളിൽ നിന്ന് ഇക്കാര്യം നമുക്ക് നല്ലവണ്ണം ഗ്രഹിക്കാൻ കഴിയും. ഉദാഹരണമായി ധാന്യങ്ങളും മറ്റെല്ലാ ആഹാരപാനീയങ്ങളും മനുഷ്യനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവയിൽ അവൻ ഒരാനന്ദം അനുഭവിക്കുന്നില്ലേ? അതിൻ്റെ രുചിയും സ്വാദും അനുഭവിക്കുന്നതിന് അവൻ്റെ വായിൽ നാവില്ലേ? അവൻ സുന്ദര വസ്തുക്കളെ, അവ സസ്യങ്ങളോ ഖരവസ്തുക്കളോ ആകട്ടെ, മൃഗങ്ങളോ മനുഷ്യരോ ആകട്ടെ, അവയെ കണ്ട് ആനന്ദം നുകരുന്നില്ലേ? സുന്ദരവും ശ്രുതിമധുരവുമായ നാദങ്ങളാൽ അവൻ്റെ കാതുകൾ നിർവൃതിയണയുന്നില്ലേ? ആരാധനയിൽ ആനന്ദം വെച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതിന് ഇനി എന്തെങ്കിലും തെളിവിൻ്റെ ആവശ്യമുണ്ടോ? സ്ത്രീ പുരുഷന്മാരെ ഇണകളായി താൻ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും ഇണയിലേക്ക് സ്നേഹാവേശത്തോടെ പുരുഷനെ താൻ അടുപ്പിക്കുന്നുവെന്നും അള്ളാഹു അരുൾ ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിർബന്ധം ചെലുത്തിയില്ല, മറിച്ച് ആനന്ദാനുഭൂതിയിലൂടെ പ്രേരിപ്പിക്കുകയാണുണ്ടായത്. കേവലം സന്താനോൽപാദനമായിരുന്നു ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ഉദ്ദേശം പൂർത്തിയാവുക സാധ്യമല്ല. സ്ത്രീയും പുരുഷനും നഗ്നരായിക്കൊണ്ട് പരസ്പരം ബന്ധപ്പെടാൻ അവരുടെ സ്വാഭിമാനം അംഗീകരിക്കുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു ഇതിൽ അവർക്കായി ഒരാനന്ദവും അനുഭൂതിയും വെച്ചിരിക്കുന്നു. ഈ ആനന്ദാനുഭൂതികൾ ഏതറ്റം വരെ ചെന്നെത്തുന്നുവെന്നാൽ അജ്ഞരായ ചില മനുഷ്യർ സന്താനോൽപാദനത്തെ ഗൗനിക്കാതെ ആനന്ദ നിർവൃതിയിൽ മാത്രം അഭിരമിക്കുകയും അതുമാത്രം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു. മനുഷ്യപരമ്പരയെ തുടർന്നു കൊണ്ടുപോകാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ചതും ഇതിനു വേണ്ടിയാണ്. അനുബന്ധമെന്നോണം ഒരാനന്ദം വെക്കുകയും ചെയ്തു. എന്നാൽ അജ്ഞരായ മിക്ക ആളുകൾക്കും ഇത് ആത്യന്തിക ലക്ഷ്യമായി തീർന്നു. ഇതുപോലെ ആരാധനയും വല്ല ഭാരമോ നികുതിയോ അല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ആരാധനയിൽ ഒരാനന്ദവും നിർവൃതിയുമുണ്ട്. ലോകത്തെ സകല ആനന്ദാനുഭൂതികളെക്കാളും വിഷയാസക്തികളെക്കാളും ഉന്നതവും ഉദാത്തവുമായ ആനന്ദ നിർവൃതികളാണിവ. ഉദാഹരണമായി സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരാനന്ദമുണ്ട്. ശരിയായ നിലയിൽ പൗരുഷമുള്ളവനെ അത് പ്രയോജനപ്പെടുത്താൻ കഴിയൂ. ഷണ്ഡനായ ഒരുവന് ആ അനുഭൂതി കൈവരിക്കാനാവില്ല. രോഗിയായ ഒരുവന് രുചികരവും സ്വാദിഷ്ടവുമായ ഭക്ഷണം ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഹതഭാഗ്യനായ മനുഷ്യന് ദൈവികാരാധനയിൽ നിർവൃതി ലഭിക്കാതിരിക്കുന്നത്.
മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉൾപ്പൊരുൾ. സ്ത്രീ പുരുഷ സ്നേഹബന്ധം ഉപരിപ്ലവവും താൽക്കാലികവുമാണ്. യഥാതഥമായി നിലനിൽക്കുന്നതും ആനന്ദത്തിൻ്റെ ആൾരൂപവുമായ സ്നേഹബന്ധം അത് മനുഷ്യനും ദൈവവും തമ്മിലുള്ളതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം ആർക്കെങ്കിലും ദോശയും മറ്റും കഴിക്കുന്നതിൽ രുചി കിട്ടാതായാൽ ഡോക്ടറെ കാണുകയും എങ്ങനെയെങ്കിലുമൊക്കെ താണുകേണുകൊണ്ട് മുഖസ്തുതി പറഞ്ഞ് പണം പോലും ചെലവഴിച്ച് ആ രുചി കിട്ടാൻ കഷ്ടത അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നുകയും ചിലപ്പോൾ എൻ്റെ ജീവനെ തന്നെ കാർന്നു തിന്നാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. തൻ്റെ ഭാര്യയിൽ നിന്ന് സുഖം നേടാൻ കഴിയാത്ത ലൈംഗിക ബലക്കുറവുള്ള വ്യക്തി ചില നേരത്തെ അസ്വസ്ഥനായിക്കൊണ്ട് ആത്മഹത്യക്ക് പോലും തുനിയുന്നത് കാണാം. ഇത്തരം മരണങ്ങൾ മിക്കവാറും ഉണ്ടാവാറുണ്ട്. എന്നാൽ അഹോ കഷ്ടം, വേദനിക്കുന്ന ഹൃദയം കൈമുതലായുള്ള ലക്ഷ്യം കാണാനാവാത്ത ആ വ്യക്തി ആരാധനയിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കാത്തതെന്ത്? അവൻ്റെ ജീവനെ അതെന്തുകൊണ്ട് ദുഃഖപരവശനാക്കുന്നില്ല? ലൗകിക സുഖസന്തോഷങ്ങൾക്കായി എന്തൊക്കെ ചെയ്യുന്നു, പക്ഷെ അനശ്വരമായ യഥാർത്ഥ നിർവൃതിക്ക് വേണ്ടിയുള്ള ദാഹവും അഭിവാഞ്ചയും കാണുന്നില്ല. എത്ര നിർഭാഗ്യകരമാണ്! എന്തൊരു നഷ്ടം! ക്ഷണഭങ്കുരവും നശ്വരവുമായ സുഖാനുഭൂതികൾ അവർ തേടിക്കണ്ടെത്തുന്നു. ആ നിലക്ക് ഈടുറ്റതും അനശ്വരവുമായ അനുഭൂതിക്ക് ചികിത്സയില്ലാതാവുക സാധ്യമാണോ? ചികിത്സ തീർച്ചയായുമുണ്ട്. എന്നാൽ സത്യാന്വേഷണത്തിൽ സ്ഥിരോത്സാഹവും സ്ഥിരചിത്തതയും അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് അള്ളാഹു സാലിഹീങ്ങളെ സ്ത്രീകളോട് ഉപമിച്ചിരിക്കുകയാണ്. അതിൽ അത്യഗാധമായ രഹസ്യം അടങ്ങിയിരിക്കുന്നു. വിശ്വാസികളെ മറിയമിനോടും ആസിയയോടുമാണ് ഉദാഹരിച്ചിരിക്കുന്നത്. അള്ളാഹു ബഹുദൈവാരാധകരിൽ നിന്ന് വിശ്വാസികളെ കൊണ്ടുവരുന്നു എന്നർത്ഥം. ഏതായാലും സ്ത്രീകളോട് ഉപമിച്ചത് വാസ്തവത്തിൽ ഒരു സൂക്ഷ്മ രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം പോലെയാണ് ദാസത്വവും ഈശ്വര കടാക്ഷവും തമ്മിലുള്ളത്. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പൊരുത്തവും പരസ്പര സ്നേഹവുമുണ്ടെങ്കിൽ ആ ബന്ധം അനുഗ്രഹീതവും ഗുണപ്രദവുമായിരിക്കും. അല്ലാത്ത പക്ഷം ഗൃഹാന്തരീക്ഷം അലങ്കോലപ്പെടുകയും ആ ബന്ധത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കരഗതമാകാതെ വരികയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യൻ മറ്റിടങ്ങളിൽ തന്നെ നശിപ്പിക്കുകയും നൂറുകണക്കിന് രോഗങ്ങൾ കൊണ്ടുവരികയും ചെയ്യുകയായി. ചിലർ സിഫിലിസ് പോലുള്ള രോഗങ്ങൾക്കടിപ്പെട്ട് ഈ ലോകത്ത് തന്നെ നഷ്ടപ്പെട്ടവരായി ഭവിക്കുന്നു. ഇനി സന്താനങ്ങൾ ഉണ്ടായാൽ തന്നെ തലമുറകളോളം ഇത് സംക്രമിച്ചു കൊണ്ടേ പോവുകയാണ്. സ്ത്രീയാകട്ടെ ലജ്ജാകരമായ ജീവിതം നയിക്കുന്നു. തൻ്റെ മാനാഭിമാനങ്ങൾ കളഞ്ഞുകുളിച്ചാലും അവൾക്ക് യഥാർത്ഥ തൃപ്തി കൈവരിക്കാൻ കഴിയാതെ വരുന്നു. ചുരുക്കത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് വേർപെടുന്നതോടെ എന്തൊക്കെ ദുഷ്ഫലങ്ങളും ദുസ്ഥിതിയുമാണ് ഉളവാകുന്നത്. ഇതുപോലെ ആത്മീയ ബന്ധത്തിൽ നിന്ന് വേർപെടുന്നവൻ ദുരിതം പേറുന്നവനും അകറ്റപ്പെട്ടവനുമായിത്തീരുന്നു. ലൗകിക ബന്ധങ്ങൾ അധികവും ദുഃഖത്തിലും ദുരന്തത്തിലുമാണ് കലാശിക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധം ഒരു തരത്തിൽ അനുഭൂതിയിലൂടെ നിലനിൽക്കുന്നത് പോലെ ദാസത്വത്തിൻ്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും ശാശ്വത നിലനിൽപ്പിലും അനുഭൂതിയുണ്ട്. ഈ അനുഭൂതി സിദ്ധിക്കുന്നവന് ലോകത്തെ മറ്റെല്ലാ അനുഭൂതിയേക്കാൾ ആനന്ദമയമായി ഇത് അനുഭവപ്പെടുമെന്നാണ് സൂഫികൾ പറയുന്നത്. ഒരാളുടെ മൊത്തം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതനുഭവിക്കുന്നതോടെ അതിലവൻ സ്വയം ലയിച്ചു ചേരുന്നതാണ്. എന്നാൽ ലോകത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ രഹസ്യം ഗ്രഹിക്കുന്നില്ല എന്നതാണ് വിഷമമുണ്ടാക്കുന്നത്. അവരുടെ നമസ്കാരം കേവലം നിരർത്ഥകമായ ചലനങ്ങളത്രേ. ഉപരിപ്ലവമായ മനസ്സോടെ ഒരുതരം നിശ്ചലതയോടും ഭാരത്തോടും കൂടി ഇരിക്കലും എഴുന്നേൽക്കലും മാത്രമെന്ന നില വന്നിരിക്കുകയാണ്. ലോകത്ത് വിശ്വസ്തരും ആദരണീയരുമായി ഗണിക്കപ്പെടാൻ വേണ്ടി മാത്രം ചില ആളുകൾ നമസ്കരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഏറെ ദുഃഖിക്കുന്നു. ഈ നമസ്കാരം കൊണ്ട് അവർക്ക് ഇതെല്ലാം ലഭിക്കുകയും ചെയ്യുന്നു. അതായത് നിസ്കാരക്കാരും ഭക്തരുമെന്നവർ വിളിക്കപ്പെടുന്നു. കൃത്രിമവും താൽപ്പര്യരഹിതവുമായി നമസ്കാരത്തിലും പദവികൾ ലഭിക്കുമെന്നിരിക്കെ യഥാർത്ഥ ദാസനായി തീർന്ന് എന്തുകൊണ്ട് ബഹുമാനാദരങ്ങൾ ലഭിക്കില്ല എന്നും അതെത്ര ഉന്നതമായ ബഹുമതിയായിരിക്കുമെന്നുമുള്ള കലശലായ ദുഃഖം അവരെ എന്തുകൊണ്ട് ഗ്രസിക്കുന്നില്ല? മൽഫൂസാത്ത് വാള്യം 1 പേജ് 139 മുതൽ 142 വരെ. വാ അഖ്റുദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.